കുട്ടികളെ, മാത്സ് 7ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും കഴിഞ്ഞപ്പോൾ ഈ രണ്ട് അധ്യായങ്ങളെയും ബേസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് USSനെ കുട്ടികളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രവർത്തനങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, ആ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്, ഈ രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ അതിനെ തുടർന്ന് കുറച്ച് പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം സ്വന്തം കാണാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അയക്കുന്നത്. ഇനി കിട്ടിയ കുട്ടികളും അത് നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് ഈ വീഡിയോ നോക്കിയിട്ട് പരിശോധിച്ച് കറക്റ്റ് ചെയ്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ഒരു ചോദ്യം ഇതാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയതായിരിക്കും, കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം. ഇതാണ് തന്നിരിക്കുന്ന ചോദ്യം. ഇതൊരു സ്റ്റാർ രൂപത്തിലാണ്. അതായത് ഇവിടെ നമുക്ക് ചിത്രം നല്ലപോലെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഇവിടെ ACE എന്ന ഒരു ട്രയാങ്കിള്, അതുപോലെ BDF എന്ന മറ്റൊരു ട്രയാങ്കിള്. ഈ രണ്ട് ട്രയാങ്കിളും രണ്ട് ത്രികോണങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു രൂപമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. രണ്ട് ത്രികോണങ്ങൾ ചേർന്നിട്ടുള്ള ഒരു രൂപമാണ് അല്ലെ, രണ്ട് ട്രയാങ്കിൾസ് ചേർന്ന രൂപമാണ്. അതിൽ ചോദ്യം നോക്കൂ, ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D പ്ലസ് E പ്ലസ് F എത്രയാണ്? വാട്ട് ഈസ് ദ ടോട്ടൽ മെഷർ ഓഫ് ദീസ് 6 ആംഗിൾസ്? അതാണ് ചോദ്യം. ഈ 6 ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയായിരിക്കും ഡിഗ്രി കിട്ടുക? നിങ്ങൾക്ക് ഈ ആംഗിൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആംഗിൾ A എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇതാണ് ആംഗിൾ A ആയിട്ട് വരുന്നത്. ഇത് ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D, ആംഗിൾ E, ആംഗിൾ F. ഇത്രയും 6 ആംഗിൾസ് കൂട്ടിച്ചേർന്നാൽ എത്രയാണ് മെഷർമെന്റ് കിട്ടുക? അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവിടെ നമുക്ക് ഒരു ആംഗിളും തന്നിട്ടില്ല, ഒറ്റ കോണും അവിടെ തന്നിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാവാം. എന്നാലും ചില കുട്ടികൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, രണ്ട് ചാപ്റ്ററിൽ പഠിച്ച ആശയങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ അവിടെ രണ്ടാമത്തെ പാരലൽ ലൈൻസ് നമ്മൾ അവസാനമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. അതും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ തത്വങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് അവിടെ പ്രവർത്തനങ്ങൾ സോൾവ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പൊ ഞാനിപ്പോ അവസാനം പറഞ്ഞ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. ഏതൊരു ത്രികോണത്തിലെയും 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടു, ഈ ചോദ്യം എന്ന് പറയുന്നത് രണ്ട് ത്രികോണത്തിന്റെ കൂടിച്ചേരലാണ്. അപ്പൊ നോക്കൂ, ഇവിടെ രണ്ട് ത്രികോണങ്ങളെ നമ്മൾ വേറിട്ട് എടുക്കുകയാണ്. അപ്പൊ ഞാനിവിടെ എഴുതി ശ്രദ്ധിക്കുക. ഈ ആംഗിൾ കൂട്ടുന്ന സമയത്ത് ഞാൻ ചിലതിന്റെ അടിയിൽ വരഞ്ഞിട്ടുണ്ട്. ACE 3 ആംഗിളിന്റെ അടിയിലാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയും സിയും ഇയും നോക്കൂ, ACE എന്നാൽ ഒരു ട്രയാങ്കിൾ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ എയും സിയും ഇയും എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിലുള്ള, ഈ ചിത്രത്തിലെ ഒരു ട്രയാങ്കിളിലെ 3 കോണുകളാണ്. അപ്പോൾ ആ എയും സിയും ഡിയും ഇയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ഇനി അവശേഷിക്കുന്ന ആംഗിൾ നോക്കൂ, ബിയും ഡിയും എഫ് ആണ്. അപ്പൊ BDF ആ പോയിന്റ്സും മറ്റൊരു ത്രികോണത്തിലെ ശീർഷങ്ങളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ 6 കോണുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഇറ്റ് ഈസ് ദ സം ഓഫ് 6 ആംഗിൾസ്. 6 ആംഗിൾസിന്റെ തുകയാണ്. 6 ആംഗിൾസ് എന്ന് പറയുന്നത് 3 ആംഗിൾസ് ഒരു ത്രികോണത്തിലും 3 ആംഗിൾസ് വേറൊരു ത്രികോണത്തിലാണ്. അപ്പൊ 180 പ്ലസ് 180 ആണ് വരിക. അത് 360 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അപ്പൊ നമ്മൾ ആ ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് സെക്കൻഡ് ആക്ടിവിറ്റി. അതും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. സെക്കൻഡ് ആക്ടിവിറ്റി ഇതാണ്. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കാണാം. ഈ ട്രയാങ്കിളിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ട്രയാങ്കിൾ ABC ആണ്. മാത്രമല്ല PQ ഈസ് പാരലൽ ടു BC എന്ന് പറഞ്ഞിട്ട് PQ യും BC രണ്ട് ലൈൻസ് പാരലൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ വില എത്രയാണ്? എക്സിന്റെ വില എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ഡിഗ്രി ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സ് ഡിഗ്രി അല്ലെ, ഇവിടെ കോണ് എക്സ് ഡിഗ്രി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ABC എന്ന ട്രയാങ്കിളിൽ BCക്ക് പാരലൽ ആയിട്ടാണ് BCക്ക് പാരലൽ ആയിട്ടാണ് PQ വരച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. ഈ C എന്ന ആംഗിൾ 68 ഡിഗ്രി എന്നും ഇവിടെ P എന്ന ആംഗിൾ 62 ഡിഗ്രി 62 ഡിഗ്രി എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ A എന്ന ആംഗിൾ ആണ് കണ്ടെത്തേണ്ടത്. ഇതും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു, പാരലൈസിൻ്റെത് രേഖീയ ജോഡിയോ ഏതെങ്കിലും ഒരു ആശയം ഇവിടെ കണ്ടെത്താൻ നമുക്ക് പറ്റണം. അപ്പോൾ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ മിക്കവാറും ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ആ കൺസെപ്റ്റ് മിക്കവാറും അവിടെ ഉപയോഗിക്കേണ്ടി വരും. ട്രയാങ്കിൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ തിയറി തന്നെ മിക്കവാറും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും.
അപ്പൊ ഇവിടെ എക്സ് കാണാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഇവിടെ രണ്ട് തരത്തിൽ കാണാം. ABC എന്ന ട്രയാങ്കിൾ ഉണ്ട്, അല്ലെങ്കിൽ APQ എന്ന ട്രയാങ്കിൾ ഉണ്ട്. ഏത് പരിഗണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് വരാം. അപ്പൊ വേണമെങ്കിൽ നമ്മൾ ABC ആണ് പരിഗണിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ C തന്നിട്ടുണ്ട്, 68 തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ട ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമായി കഴിഞ്ഞു. അപ്പൊ നോക്കുക, ഇവിടെ ഒരു 62 ഡിഗ്രി കാണാനുണ്ട്. P അവിടെ മാർക്ക് ചെയ്ത് വെച്ചത് APQ എന്ന ആംഗിൾ 62 മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച പ്രകാരം PQയും BCയും പാരലൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് ആംഗിൾ ഉപയോഗിച്ച് നോക്കാം. അവിടെ 62 മാർക്ക് ചെയ്തിരുന്ന ആംഗിളും ഇവിടെ കണ്ടുപിടിക്കാനുള്ള ഈ ആംഗിളും കൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് സമാന്തര വരകളെ മൂന്നാമത്തെ വര മുറിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ മൂന്നാമത്തെ വര ഇതായിട്ട് എടുക്കുക, AB ആയിട്ട് എടുക്കുക. വേണമെങ്കിൽ നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാമത്തെ വര AB ആയി പരിഗണിച്ചിട്ട് അപ്പോൾ ക്രോസിംഗ് ലൈനിന്റെ ഒരേ വശത്തും സമാന്തര വരയുടെ മുകളിലായിട്ട് ഒരേ സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ഒരേ സ്ഥാനത്ത് വരുന്ന ആംഗിൾ സമാന കോണുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ 62 ഡിഗ്രി തന്നെയായിരിക്കും ഇവിടെ വരിക നമുക്ക് കണ്ടെത്താം. അപ്പോൾ 62 ഇതും 62, പിന്നെ A എന്ന കോണാകുമ്പോൾ മൂന്നും കൂടെ 180 എത്തിക്കണം. അപ്പോൾ x ഡിഗ്രി എന്തിന് തുല്യമായിരിക്കും? 180 ആകെ കിട്ടേണ്ട 180 നിന്നും ഈ 62ഉം 68ഉം മൈനസ് ചെയ്ത് പോകണം. അപ്പോൾ 180 നിന്നും 62 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 50 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് APQ എന്ന ട്രയാങ്കിൾ പരിഗണിച്ചാലും ഇത് തന്നെ കിട്ടും. APQ എന്ന ട്രയാങ്കിൾ ആണ് പരിഗണിക്കുന്നതെങ്കിൽ ഇവിടെ 62 ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 68 തന്നെ കിട്ടും. ഇവിടെയും ക്രോസിംഗ് ലൈൻ AC ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കൂടിയായി. ഓക്കെ, അപ്പോൾ അത് ഈ രീതിയിൽ നിങ്ങൾ സോൾവ് ചെയ്ത് ശീലിക്കുക. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതാണ് തന്നിരിക്കുന്ന ചിത്രം. ചിത്രത്തിലെ രേഖീയ ജോഡികളുടെ എണ്ണം എത്ര ലീനിയർ പെയറുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീനിയർ പെയർ എത്രയാണ്? ലീനിയർ പെയർ നമുക്കറിയാം, ഒരു വരയിൽ മറ്റൊരു വര വന്ന് മുട്ടുകയാണ്. നമ്മൾ വരയ്ക്കുന്ന ഒരു വരയിൽ വേറൊരു വര വന്ന് മുട്ടുക. അപ്പൊ അടുത്തടുത്തുണ്ടാവുന്ന കോണുകളാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ എത്ര ലീനിയർ പെയർ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ AB എന്ന വരയുണ്ട്, അതുപോലെ BX എന്ന വരയുണ്ട്, AY എന്ന വരയുണ്ട്. ഇത് രണ്ടും കൂടെ ഇവിടെ C എന്ന ബിന്ദുവിൽ മുട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് AB എന്നൊരു വര ഇവിടെ ഉണ്ടെങ്കിലും അത് മറ്റേ ആംഗിൾസ്, അതായത് ഇവിടെ ഉള്ളിൽ രണ്ട് ഫോം ചെയ്യുന്നുള്ളൂ. നമുക്ക് ഒരു വരയിൽ വേറൊന്ന് വര മുട്ടി അടുത്തടുത്ത് ഫോം ചെയ്യണം. അപ്പൊ ഈ AB എന്ന വര കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഈ ചിത്രത്തിലില്ല, കൺഫ്യൂഷൻ ആക്കാൻ കൊടുത്തതാണ്. അപ്പൊ ഇത് ഒഴിവായി കഴിഞ്ഞാൽ ഇത് ക്രോസ് ചെയ്ത് പോവുകയാണ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ പഠിച്ചതാണ്. ഇങ്ങനെ സമയത്ത് 4 രേഖീയ ജോഡികൾ ഉണ്ടാവുക. ഒന്ന് ഈ പേറും ഈ പേറും, പിന്നെ താഴത്തെ പേര് 2 എണ്ണം. അപ്പൊ 2 ജോഡിയായി. ഇനി ഇതുമായിട്ട് എടുക്കുക, ഇതുമായിട്ട് എടുക്കുക. അങ്ങനെ 4 രേഖീയ ജോഡികളാണ്, ലീനിയർ പെയറുകളാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി തൊട്ടടുത്തൊരു പ്രവർത്തനം നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളതാണ്. 3 രേഖകൾ ഒരു ബിന്ദുവിൽ ഖണ്ഡിക്കുമ്പോഴുണ്ടാകുന്ന എല്ലാ കോണുകളും തുല്യമാണ് എങ്കിൽ ഒരു കോണിന്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദ്യം? ഇവിടെ 3 lines are intersected in a common point. Then what is the measure of each angle? ഓരോ കോണിന്റെയും അളവ് എത്രയാണ്? ഇവിടുത്തെ പ്രത്യേകത എന്താണ്? 3 ലൈൻസും ഒരു ബിന്ദുവിൽ ഇന്റർസെക്ട് ചെയ്തപ്പോൾ ഉണ്ടായിരിക്കുന്ന ആംഗിൾ എല്ലാം തുല്യമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് 3 വരയും കൂടെ ഒരേ ബിന്ദുവിൽ ഖണ്ഡിക്കുമ്പോൾ അവിടെ എത്ര ആംഗിൾസ് ആണ് ഉണ്ടാവുന്നതെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി റഫായിട്ട് ഒരു ചിത്രം വരച്ച് നോക്കിയാൽ മതി. 3 വരകള് കൂട്ടിമുട്ടുന്ന ഒരു ചിത്രം. അപ്പൊ ഒരേ ബിന്ദുവിൽ മുട്ടണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. 3 ലൈൻസും കൂടെ ഒരൊറ്റ ബിന്ദുവിൽ ഇന്റർസെക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രം തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കൊന്ന് എണ്ണി നോക്കിയാൽ മതി. 1 2 3 4 5 6. ഇവിടെ 6 ആംഗിൾസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ 6 ആംഗിൾസ് മാത്രമല്ല, നമുക്കറിയാം ഇതൊരു സർക്കിൾ സെന്റർ ആംഗിൾ ആണ്. അപ്പൊ അവിടെ 360 ഡിഗ്രി ആണ് ടോട്ടൽ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 360 ആണ്. 6 കോണുകൾ ഈക്വൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ആംഗിളും 360 ഡിവൈഡ് ബൈ 6, അതായത് 60 ഡിഗ്രി ആയിരിക്കും ഓരോ ആംഗിളും വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രവർത്തനമാണത്. ഓക്കെ, ഇനി തൊട്ടടുത്ത ഒരു പ്രവർത്തനം വളരെ ഈസി ആയതാണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡലിലുള്ളതാണ്. ഇതാണ് തന്നിരിക്കുന്ന ചിത്രം. ഇവിടെ നമുക്കിവിടെ A എന്ന
എന്ന പോയിന്റ് കാണാം, പി ഉണ്ട്, ക്യൂ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഞാനിവിടെ ഒരു ഡി എന്ന ബിന്ദുവും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കുക, ബി സി ഈസ് പാരലൽ ടു പി ക്യൂ. ബി സി ഈസ് പാരലൽ ടു പി ക്യൂ. അപ്പൊ ബി സി ഏതാ? ഇതാണ് ബി സി എന്ന ലൈന്, പി ക്യൂ എന്ന ലൈനും. ഈ രണ്ട് ലൈൻസും പാരലൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. Then what is the measure of x? എക്സിന്റെ അളവ് എത്രയാണ്? എക്സ് ഏതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? അവിടെ എ എന്ന ആംഗിളിന്റെ ഡിഗ്രി ആയിട്ടാണ് ഇവിടെ എക്സ് കാണുന്നത്, എക്സ് ഡിഗ്രി. അവിടെ എന്തായിരിക്കും? അതായത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ? എ എന്ന ആംഗിള് എത്ര അളവിലായിരിക്കും വരുന്നത്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം നിങ്ങൾക്ക് നേരത്തെ ചോദ്യം തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പൊ നമുക്കിവിടെ പാരലൽ ആണ്, ത്രികോണങ്ങളുണ്ട്, അതിലുള്ള ഒരു കോണാണ്. അപ്പൊ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ പറ്റും, ഒരു ത്രികോണത്തിന്റെ 3 അളവുകളും കൂടെ കൂട്ടിയ 180 ആണ്. അതുകൊണ്ട് എക്സ് ഡിഗ്രി കാണണമെങ്കിൽ ആ ത്രികോണത്തിൽ ഉൾപ്പെട്ട ത്രികോണത്തിലെ മറ്റ് 2 ആംഗിൾ കണ്ടെത്തിയാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ത്രികോണങ്ങൾ വരുന്നുണ്ട്. എ പി ക്യു എന്ന ത്രികോണം പരിഗണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എ ബി സി എന്ന ട്രയാങ്കിൾ പരിഗണിക്കാം. ഏത് ത്രികോണം പരിഗണിച്ചാലും നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടിക്കോളും. അപ്പോൾ എ പി ക്യു ആണ് പരിഗണിക്കുന്നതെങ്കിൽ, എ പി ക്യു ആണ് എടുക്കുന്നതെങ്കിൽ അതിലുള്ള ഒരു ആംഗിൾ എക്സ്. അപ്പൊ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഈ ആംഗിളും കണ്ടെത്തണം, ഈ ആംഗിളും കണ്ടെത്തണം. അത് കാണാൻ മറ്റു വല്ല മാർഗവും ഉണ്ടോ? അത് കാണാനാണ് നിങ്ങൾക്ക് അതിന്റെ തൊട്ട് താഴെയായിട്ട് 130 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ നോക്കൂ, എ സി എന്ന വരയില് പി ക്യു എന്ന വര മുറിച്ചിരിക്കുകയാണ്. എ സി എന്ന വരയെ പി ക്യു എന്ന വര വന്നവിടെ മുട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ മുട്ടുമ്പോൾ നമുക്കറിയാം, ഒരു വരയിൽ മറ്റൊരു വര വന്ന് മുട്ടുമ്പോൾ അടുത്തടുത്ത് ഫോം ചെയ്യുന്ന ആംഗിളാണ് ലീനിയർ പെയർ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒരു വരയിൽ വേറൊരു വര വന്ന് മുട്ടുമ്പോൾ അടുത്തടുത്ത് ഫോം ചെയ്യുന്ന വര ലീനിയർ പെയർ. 180 ഡിഗ്രിയാണ് രണ്ടും കൂടെ കിട്ടുക. അപ്പോൾ ഒരെണ്ണം 130 ആകുമ്പോൾ തൊട്ട് മുകളിലുള്ളത് 50 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എ പി ക്യു എന്ന ട്രയാങ്കിളിലുള്ള ക്യൂ എന്ന ആംഗിൾ അവിടെ കിട്ടിക്കഴിഞ്ഞു. 30 ഡിഗ്രി ആയിട്ട് കണ്ടെത്താൻ പറ്റി. ഇനി നമുക്ക് ഈ ആംഗിളും കൂടെ കണ്ടെത്തിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എടുക്കുകയാണ്, പി ക്യു എന്ന വരയും ബി സി എന്ന വരയും പാരലലാണ്. അവിടെ നമുക്ക് ക്രോസ് ചെയ്യുന്ന ലൈനായിട്ട് എ ബി എടുക്കുകയാണ്. അങ്ങനെ എ ബി എടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന കണ്ടുപിടിക്കാനുള്ള ആംഗിളും ഇവിടെ 110 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളും കൂടെ ഏത് ജോഡിയായിട്ട് മാറുന്നുണ്ട്? നോക്ക്, അതിന്റെ പ്രത്യേകത എന്താണ്? പി ക്യു ബി സി പാരലൽ വരകളാണ്. പാരലൽ വരകളുടെ പുറത്തേക്കാണ് പോയിരിക്കുന്നത്, രണ്ടും പുറത്തേക്കാണ്. പാരലൽ വരകളുടെ പുറത്തേക്കാണ്. മാത്രമല്ല ഈ ക്രോസ് ചെയ്ത് പോകുന്ന വരയുടെ ഒരേ സൈഡിലുമാണ്. അപ്പൊ ക്രോസ് ചെയ്യുന്ന വരയുടെ ഒരേ സൈഡിലും പാരലൽ വരയുടെ പുറത്തേക്കും പോയി കഴിഞ്ഞാൽ അത്തരം ജോഡികൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ടു കഴിഞ്ഞു. അതായത് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. വാട്ട് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ്? ബാഹ്യ സഹകോണുകൾ. ബാഹ്യ സഹകോണ് രണ്ടും കൂടെ കൂട്ടിയ 180 ഡിഗ്രി കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ 110 ഡിഗ്രി ആകുമ്പോൾ തീർച്ചയായിട്ടും 110 ഡിഗ്രിയും 70 കൂടി ആകുമ്പോൾ 180ലേക്ക് എത്തും. അപ്പൊ അത് 70 ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നോക്കൂ, ഈ എ പി ക്യു എന്ന ട്രയാങ്കിളിൽ 3 ആംഗിളും കൂടെ 180 ആണ്. ഒരെണ്ണം 70 ആണ്, രണ്ടാമത്തേത് 50 ആണ്. അപ്പൊ എക്സ് ഡിഗ്രി കാണാൻ 180യിൽ നിന്നും 70യും 50യും മൈനസ് ചെയ്താൽ മതി. അപ്പൊ 180യിൽ നിന്ന് 50യും 70യും മൈനസ് ചെയ്യുന്ന സമയത്ത് 60 ഡിഗ്രി ആണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കോൺ 60 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഒരു പ്രവർത്തനം തന്നെ പലതരത്തിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വഴികൾ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഇത് തന്നെ സ്വീകരിക്കണമെന്നൊന്നുമില്ല. അപ്പൊ വേണമെങ്കിൽ ഇവിടെ നമുക്ക് എ ബി സി എന്ന ട്രയാങ്കിൾ പരിഗണിച്ചു കഴിഞ്ഞാലും അവിടെ ബിയും സിയും കണ്ടെത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ എ ബി സി എടുക്കുമ്പോൾ ഇതിന്റെ തൊട്ട് മുകളിലുള്ള ആംഗിൾ കാണിച്ചു തരും. അപ്പൊ 110ഉം ഇവിടെ ലീനിയർ പെയർ ആയിട്ട് വരും. അപ്പൊ 110ഉം 70യും. അപ്പൊ ഇവിടെ 70 വന്നു. പിന്നെ ഇവിടെ 130 ആകുമ്പോൾ ഈ 130യും ഈ ആംഗിളും കൂടെ കോ ഇന്റീരിയർ ആംഗിൾസ് ആയി മാറി. അപ്പൊ ഇത് 50 ആണെന്ന് കിട്ടും. അപ്പൊ 50യും 70യും മറ്റേത് 180 നിന്ന് മൈനസ് ചെയ്തിട്ട് കിട്ടും. ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് തന്ന ഞാൻ മറ്റൊരു പ്രവർത്തനമായിരുന്നു ഈ ചോദ്യം. ഇവിടെ എ ബി ഡി സി എന്ന ഒരു രൂപം കാണാൻ പറ്റും. 4 സൈഡഡ് ഫിഗർ ആണ് അല്ലെ, ക്വാഡ്രിലേറ്ററലാണ്. അപ്പൊ എ ബി പാരലൽ ടു സി ഡി എന്ന് തന്നിട്ടുണ്ട്. അതായത് എ ബിയും സി ഡിയും പാരലൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി എ ഒ ബി എത്ര എന്നാണ് ചോദിച്ചത്. എ ഒ ബി എന്ന് പറയുമ്പോൾ എ ഒ ബി എന്ന ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. എ ബിയും ബി ഡിയും പാരലാണ്. സോറി, എ ബിയും സി ഡിയും പാരലാണ്. എ ഒ ബി എന്ന ആംഗിൾ എത്രയിലാണ് വരിക? അപ്പൊ നമുക്ക് നേരത്തെ പഠിച്ച ഒരു ആശയങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇവിടെ 2 ആംഗിൾ തന്നിട്ടുണ്ട്. ഇവിടെ 25 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒപ്പം ഇവിടെ 35 ആണെന്ന് അറിയാം. അപ്പൊ നോക്കൂ, ഇവിടെ 35 ആണ്,
നമുക്ക് സോറി ഇത് ഈ ആംഗിൾ 35 ഡിഗ്രിയിലാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിളാണ്. അപ്പൊ മുകളിലത്തെ AOB എന്ന ട്രയാങ്കിളാണ് നമ്മൾ എടുക്കുന്നത്. AOB എന്ന ട്രയാങ്കിൾ പരിഗണിക്കുക. ആ AOB എന്ന ട്രയാങ്കിളിൽ O എന്ന ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ആംഗിൾ 35 ആണ്. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കണ്ടെത്താൻ പറ്റിയാൽ മതി. ആ ആംഗിൾ കണ്ടെത്തണമെങ്കിൽ അത് നമുക്ക് വേറൊരു ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്, 25 തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്ത് കിട്ടുന്നു? ഈ 25ഉം ഈ 25ഉം ഏത് കോണുകളാണ്? അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് AB എന്ന വരയും CD എന്ന വരയും പാരലാണ്. അതിനെ മുറിച്ചു പോകുന്ന വരയാണ് AD. അപ്പോ മുറിച്ചു പോകുന്ന വരയായതുകൊണ്ട് വരയുടെ അപ്പുറവും ഇപ്പുറവും 25 മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ക്രോസിംഗ് ലൈനിന്റെ ലെഫ്റ്റ് സൈഡാണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ക്രോസ് ചെയ്ത് പോകുന്ന വരയുടെ രണ്ട് സൈഡിലേക്കും വരുന്നു, പിന്നെ വരകൾക്കിടയിലായിട്ടും വരുന്നു. അങ്ങനെയുള്ള കോണുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, മറുകോണുകളാണ്. മറുകോണുകളുടെ പ്രത്യേകത അത് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് 25 ആകുമ്പോൾ ഇതും 25 ഡിഗ്രി തന്നെ വരും. അപ്പൊ 25ഉം 35ഉമാണ്. പ്ലസ് ഈ ആംഗിളും കൂടെ ചേരുമ്പോഴാണ് 180 ആവുന്നത്. അപ്പോൾ 180 നിന്ന് 25ഉം 35ഉം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള AOB ആയി കഴിഞ്ഞു. അപ്പോൾ 180 35 25 മൈനസ് ചെയ്യുമ്പോൾ 120 ഡിഗ്രി എന്ന് കിട്ടും. 120 ഡിഗ്രിയാണ് നിങ്ങൾക്ക് ആ കോണിന്റെ മെഷർ വരുന്നത്. ഓക്കെ, ഇനി ഒരു പ്രവർത്തനത്തിലേക്ക് പോവാണ്. തൊട്ടടുത്തത് ഇതായിരുന്നു നിങ്ങൾക്ക് തന്നിരുന്ന ചിത്രം. ഈ ചിത്രത്തിൽ നമുക്ക് 4 വരകളാണ് കാണുന്നത്. 4 ലൈൻസ് ഉണ്ട്. എന്തൊക്കെയാ ലൈൻസ്? MN എന്നൊരു ലൈൻ ഉണ്ട്, PQ എന്ന ഒരു വരയുണ്ട്, പിന്നെ നമുക്ക് അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു വര കാണാം. അതുപോലെ തൊട്ട് താഴെയായിട്ട് 2 ലൈൻസുകൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ MNഉം PQയും പാരലാണെന്ന് കണ്ടീഷൻ പറയുന്നുണ്ട്. കുത്തനെ വരച്ചിരിക്കുന്ന 2 വരയും പാരലായിട്ടാണുള്ളത്. അപ്പൊ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കോണും ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കോണുമാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ചിത്രത്തിൽ 2 കോണുകൾ തന്നിട്ടുണ്ട്. ഇവിടെ പുറം കോണായിട്ട് 50 ഡിഗ്രി എന്നും ഈ ഉള്ളിലുള്ള കോണ് 70 ഡിഗ്രിയാണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ചിത്രത്തിൽ തന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾക്ക് അവിടത്തേക്ക് എത്താൻ. അപ്പൊ എങ്ങനെ കണ്ടെത്താനൊന്നുമില്ല. പാരലൈൻസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ പോവാണ്. ഇവിടെ ഇപ്പോൾ ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ അതൊന്നും അവിടെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വെറും സമാന്തര വരയെ മൂന്നാമത്തെ വര മുറിച്ചു പോകുന്ന പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ MNഉം PQയും പാരലാണ്. അങ്ങനെ പാരലാവുന്ന സമയത്ത് ഈ വര താഴത്തെ വര ക്രോസിംഗ് വരയായിട്ട് എടുക്കുക. അപ്പൊ സമാന്തര വരകളെ ഈ വര ഖണ്ഡിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആംഗിൾ 70 ഡിഗ്രിയാണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള Y എന്ന ഡിഗ്രിയും Y എന്ന കോണും Y ഡിഗ്രി അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോണും ഈ 70യും കൂടി ഉണ്ടാക്കുന്ന കോണിന്റെ പേരെന്താണ്? അതായത് സമാന്തര വരകൾക്കിടയിലാണ്, ക്രോസ് ചെയ്തു പോകുന്ന വരയുടെ ഒരേ ഭാഗത്താണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ കോണുകളെ നമ്മൾ കോ ഇന്റീരിയർ ആംഗിൾസ് എന്നാണ് അറിയപ്പെട്ടത്. കോ ഇന്റീരിയർ ആംഗിൾസ് രണ്ടും കൂടെ കൂട്ടിയ 180 ഡിഗ്രി ആവും. അനുപൂര കോണുകൾ എന്നാണ് പറയുക. 2 കോണുകളുടെ തുക 180 ഡിഗ്രി കിട്ടുന്നുണ്ടെങ്കിൽ അത് പിന്നെ കോണുകള് അനുപൂര കോണുകൾ എന്നാണ് പറയുക. സെറ്റ് ടു ബി സപ്ലിമെന്ററി ആംഗിൾസ് എന്നാണ് പറയുക. രണ്ടും കൂടെ 180 ഡിഗ്രി കിട്ടും. അനുപൂര കോണുകളാണ്. അപ്പൊ 70 ആണെങ്കിൽ മറ്റേ കോണ് 180 നിന്ന് 70 കുറയ്ക്കുക. അപ്പൊ 110 ഡിഗ്രി ആയിരിക്കും. അപ്പൊ വൈയുടെ ആംഗിള് 110 ഡിഗ്രിയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇത് 110 ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എത്തണം. എങ്ങനെ 110 ഡിഗ്രി ആണെങ്കിൽ ഇതിലേക്ക് എത്തും? നമുക്കറിയാം. അതായത് ഇവിടെ ഒരെണ്ണം 50 തന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഈ വരിയെ ക്രോസിംഗ് വരിയായിട്ട് എടുത്തതുപോലെ തന്നെ MN എന്ന വരിയെയും PQ എന്ന വരിയും പാരലായിട്ടുള്ളതിനെ ക്രോസ് ചെയ്തു പോകുന്ന വരയായിട്ട് നിങ്ങൾ ഇത് പരിഗണിക്കുക. തൊട്ട് മുകളിലത്തെ വര പരിഗണിക്കുകയാണ്. ഒക്കെ കൂടെ കണ്ടിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴത്തെ വര ഒന്ന് മറച്ചു പിടിച്ചാൽ മതി. MNഉം PQയും ഖണ്ഡിച്ചു പോകുന്ന വരയായിട്ട് എടുക്കുന്നു. അപ്പൊ ഈ 50 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടുപിടിക്കാനുള്ള X എന്ന കോണം. ഇത് രണ്ടും കൂടെ ഉണ്ടാക്കുന്ന ജോഡി ഏതാ നോക്കുക. അതായത് സമാന്തര വരകളുടെ പുറത്തേക്കാണ് പോയിരിക്കുന്നത്, ഉള്ളിലല്ല. പുറത്തും അതുപോലെ ക്രോസ് ചെയ്ത് പോകുന്ന വരയുടെ സെയിം സൈഡിലുമാണ് വരുന്നത്. അങ്ങനെയാകുമ്പോൾ ആ ആംഗിൾസ് കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. കോ എക്സ്റ്റീരിയർ ആംഗിൾസും സപ്ലിമെന്ററി ആംഗിൾസ് ആണ് അല്ലെ. 180 ഡിഗ്രി കിട്ടുന്ന ആംഗിൾസ് ആണ്. അപ്പോൾ 50 ഡിഗ്രി ആകുമ്പോൾ ഇത് 130 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എക്സിന്റെ അളവ് കിട്ടി, വൈന്റെ അളവ് കിട്ടി. ആ ഒരു പ്രവർത്തനം കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു പ്രവർത്തനം നോക്കാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ചോദ്യം ഇതായിരുന്നു. ചോദ്യം നന്നായിട്ട് നോക്കുക. AB is parallel to CD. AB is parallel to CD. പിന്നെ തന്നിരിക്കുന്ന EFD യുടെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് E എവിടെയാ നോക്കുമോ? E ഇതാണ്, F ഇതാണ്, D ഇതാണ്. അപ്പൊ EFD എന്ന് പറയുമ്പോൾ
ഇ എഫ് ഡി എന്ന് പറഞ്ഞ ആംഗിള്, ഇ എഫ് ഡി എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്, ഇതിന്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ത്രികോണം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ചിത്രത്തിൽ ത്രികോണം ഉണ്ടെങ്കിൽ ത്രികോണത്തിലെ 3 കോണും 180 ഡിഗ്രി ആണെന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റും നോക്കാം. ഇവിടെ നമുക്ക് നേരത്തെ ചിത്രത്തിൽ അങ്ങനെ ത്രികോണം ഫോം ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പം സിമ്പിൾ പാരലൈൻസിന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് ത്രികോണം വന്നിട്ടുണ്ട്, ആ ത്രികോണത്തിലെ ഒരു ആംഗിൾ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് ആ 180 എന്നുള്ള കൺസെപ്റ്റിലേക്ക് തന്നെ പോയാൽ ഉത്തരം കിട്ടും. അപ്പൊ നോക്കുക, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടണം? ഈ ആംഗിളും കിട്ടണം, ഈ ആംഗിളും കിട്ടണം. അപ്പൊ ഈ 3ഉം കൂടെ കൂട്ടിയ 180 ആണെന്നുള്ള ആശയം ഉപയോഗിച്ച് നമുക്ക് ഇത് കാണാൻ പറ്റും. അതിൽ ഒരെണ്ണം നമുക്കറിയാം 30 ഡിഗ്രി ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇതിലേക്ക് നമ്മൾ എത്തുക വേണ്ടു. ഇതിലേക്ക് എത്താൻ എന്താ മാർഗം? അതിനാണ് പറഞ്ഞിരിക്കുന്നത് എ ബിയും സി ഡിയും പാരലൽ വരകളാണ്. അതിനുള്ളൊരു ആംഗിൾ 60 ആണ് ഇവിടെ തന്നിട്ടുമുണ്ട്. അപ്പൊ കാര്യം എളുപ്പമായി. ഇത് 60 ആകുന്ന സമയത്ത് ഈ ആംഗിൾ എത്ര വരും? എ ബിയും സി ഡിയും പാരലൽ വരയാണ്. ആ പാരലൽ വരയുടെ ഖണ്ഡിച്ചു പോകുന്ന ഒരു വരയാണ് ബി എന്ന വര. ഈ വര ഖണ്ഡിച്ചു പോകുന്നു. അപ്പൊ നോക്കൂ, ഖണ്ഡിച്ചു പോകുന്ന വരയുടെ ഒരേ സൈഡാണ്. ഖണ്ഡിച്ചു പോകുന്ന വരയുടെ ഒരേ സൈഡ്, സെയിം സൈഡിലാണ് വരുന്നത്. മാത്രമല്ല പാരലൽ വരയുടെ ഇടയിലുമായിട്ടാണ് വരുന്നത്. അതാണ് co-interior angles. Co-interior angles are supplementary angles. The sum of these angles will be 180 degree. So if one angle is 60 degree, then second angle will be 120 degree ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന 60, ഇത് 120 ആണ്. ഇത് 120 ആകുമ്പോൾ നമ്മൾ വീണ്ടും ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. അതായത് ഡി എഫ് എന്ന വരയും ബി എന്ന വരയും, ബാക്കിയൊക്കെ നമ്മളൊന്ന് മറച്ചു പിടിച്ചു നോക്കാം. അതായത് ബി എന്ന വരയും ഡി എഫ് എന്ന വരയും കൂടെ കൂട്ടിമുട്ടുന്നു ഈ സി എന്ന ബിന്ദുവിൽ. അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇത് രണ്ടും. 120യും ഇതും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, എതിർകോണുകളാണ്. എതിർകോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇത് 120 ആകുമ്പോൾ നമുക്ക് ഇത് 120 ആണെന്ന് കിട്ടും. അപ്പോൾ നോക്കിയാൽ താഴെയുള്ള ട്രയാങ്കിൾസിൽ 3 ആംഗിളിൽ ഒന്ന് 120 ആണ്, ഒരെണ്ണം 30 ആണ്. അപ്പം ഇത് കിട്ടാൻ 180 നിന്ന് 120യും 30യും മൈനസ് ചെയ്യണം. അപ്പോൾ 120യും 30യും കൂടെ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 180 മൈനസ് 30 മൈനസ് 120, അത് 30 ഡിഗ്രിയിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇ എഫ് ഡി എന്ന ആംഗിള് 180യും 30യും 120യും മൈനസ് 30 ഡിഗ്രി ആംഗിളിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ലാസ്റ്റ് ആക്ടിവിറ്റിയിലേക്കാണ് വരുന്നത്. ശ്രദ്ധിക്കുക, ഇതാണ് ചിത്രം. തന്നിരിക്കുന്ന ചിത്രം ഒന്ന് നിരീക്ഷിക്കുക. ഇവിടെ പി, ഇവിടെ ക്യു ആർ. പി ക്യു ആർ ഒരു ട്രയാങ്കിൾ ആണ്. എസ് ആർ എസ് തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ പി ക്യു പെർപെൻഡിക്കുലർ ടു ആർ എസ്. ഈ ചിഹ്നം വായിക്കേണ്ടത് പെർപെൻഡിക്കുലർ, അതായത് ലംബമാണ്. ലംബം എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്, 6ാം ക്ലാസ് പഠിച്ചാണ്. ഒരു വര മറ്റൊരു വരയ്ക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ ഉണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രിയിൽ വരും എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഒരു വര പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും 90 ഡിഗ്രിയിൽ വരും. അതിലാണ് പെർപെൻഡിക്കുലർ, ലംബമാണെന്ന് പറയുന്നത്. അപ്പോൾ പി ക്യൂവും ആർ എസും, പി ക്യു എന്ന വരയും ആർ എസും കൂടി ഉണ്ടാക്കുന്ന ആംഗിള് 90 ആണ്. അപ്പോൾ ഒരെണ്ണം 90 ആയാൽ ഈ ഭാഗത്ത് 90 തന്നെ വരും. കാരണം രണ്ടും കൂടെ ഫോം ചെയ്തത് ലീനിയർ പെയർ ആണ്. അപ്പോൾ 180 ആവും. അപ്പോൾ ഇത് 90 ആണ്, ഇതും 90 ആണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ 90 ആണെന്ന് കിട്ടി. ഇനി നോക്കൂ, പി ക്യു എസ് 20 ഡിഗ്രി ആണ്, ആർ പി എസ് 50 ഡിഗ്രി ആണ്. ഇത് 50 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 50 ആണ്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൽ മൊത്തം 180 വരും. അപ്പോൾ 50യും 90യും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അതായത് 180യിൽ നിന്ന് 90യും 50യും കുറച്ചാൽ മതി. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. ഈ ആംഗിള് 40 ഡിഗ്രിയിലേക്ക് കിട്ടും. ഇനി നോക്കുക, അതേപോലെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളില് പി ആർ എസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. പി ആർ എസ് 40 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി ഞാൻ കൂടുതൽ വശങ്ങളിലേക്കാണ് കിടക്കുന്നത്. ഇതേപോലെ നമുക്ക് ഇപ്പുറത്തൊരു ത്രികോണം ഉണ്ട്, റൈറ്റ് സൈഡിലെ ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഈ ട്രയാങ്കിളില് എസ് ക്യു ആർ, അതാണ് ട്രയാങ്കിളിന്റെ പേര്, എസ് ക്യു ആർ. അവിടെ അതുപോലെ 20 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ ക്യൂ തന്നിട്ടുണ്ട്. ഇത് 90 ആണ് നമുക്കറിയാം. അപ്പോൾ 90ഉം 20ഉം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 110 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിള് 70 ഡിഗ്രി കിട്ടും. ഇനി നോക്കൂ, വേണമെങ്കിൽ പി ആർ ക്യൂ കണ്ടുപിടിക്കാം. പി ആർ ക്യൂ എന്ന് പറഞ്ഞാൽ 70, 40 കൂടെ 110 ആണ്. ഇനി നിങ്ങളോട് ഈ ചോദ്യത്തിൽ പി ആർ ക്യൂ ആണ് നേരിട്ട് ചോദിച്ചെങ്കിൽ, പി ആർ ക്യൂ കണ്ടുപിടിക്കാനാണ് നേരിട്ട് ചോദിച്ചെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഇവിടെ 50ഉം ഇവിടെ 20ഉം 70, ആ 70 150ൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ പി ക്യു ആറിന്റെ കണ്ടുപിടിക്കുന്ന രീതിയും കൂടെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് കോണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ പ്രവർത്തനം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാനൊന്ന് ക്രോഡീകരിക്കുകയാണ്. നമ്മൾ 2 വീഡിയോ ആണ്
7ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റിനെയും സെക്കൻഡേയും യൂണിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നത്. ഈ 2 വീഡിയോസും നന്നായി ശ്രദ്ധിക്കണം. കാരണം നമുക്ക് USS പരീക്ഷയ്ക്ക് വരുന്ന ഏതൊരു ചോദ്യത്തിനും ഉത്തരം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ 2 വീഡിയോസും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 യൂണിറ്റിലും പഠിച്ചിരിക്കുന്ന ആശയങ്ങൾ ഞാൻ മുകളിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള എല്ലാ ഏംഗിളും നന്നായി പഠിച്ചു വെക്കുന്നു. ഒപ്പം ആ ഓരോ പേരിൻ്റെയും പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിച്ചു വെക്കുന്നു. പ്ലസ് 3 കോണുകളും കൂടെ, അതായത് ഒരു ട്രയാങ്കിളിലെ 3 ഏംഗിളും കൂടെ 180 ഡിഗ്രിയാണ് കിട്ടുക. ഈ ആശയങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ തന്നെ ഈ 2 യൂണിറ്റുകളിൽ നിന്നും വരുന്ന ഏതൊരു പ്രവർത്തനവും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇനിയും ചോദ്യങ്ങൾ എവിടെന്നെങ്കിലും കളക്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഈ ആശയം വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അത് ചോദിക്കുക, നമുക്ക് ഉത്തരം ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റും.